ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും അനുഗ്രഹീതമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. തീരം ഡെയിലി ബൈബിൾ മെഡിറ്റേഷൻ എന്ന ഇന്നത്തെ അനുദിന പ്രഭാത തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ തിരുവചനം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇല്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകരുത്. ഈ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രാർത്ഥനയാകട്ടെ. സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ പുതിയ പ്രഭാതവും അങ്ങയുടെ സ്നേഹവും കരുണയും ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഇന്നത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്തെ എല്ലാ അനുഗ്രഹത്തെക്കാളും വിലമതിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളിലും, ഞങ്ങളുടെ കുടുംബങ്ങളിലും, ഞങ്ങളുടെ സേവനങ്ങളിലും അങ്ങ് ഞങ്ങളോട് കൂടെ നടക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന വായനാ ഭാഗം പുറപ്പാട് പുസ്തകം 33 അധ്യായം 12 മുതൽ 16 വരെയുള്ള തിരുവചന ഭാഗമാണ്. മോശ യഹോവയോട് പറഞ്ഞതെന്തെന്നാൽ, ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോകുക എന്നു നീ എന്നോട് കൽപ്പിച്ചുവല്ലോ. എങ്കിലും ആരെ എന്നോട് കൂടി അയക്കണമെന്ന് അറിയിച്ചു തന്നില്ല. എന്നാൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയിക്കുവാൻ ഇടയാകട്ടെ. ഈ ജാതി നിന്റെ ജനം എന്നോർക്കണമേ. അതിന് അവൻ, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്നരുളി ചെയ്തു. അവൻ അവനോട്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. എന്നോടും നിന്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? നീ ഞങ്ങളോടുകൂടി പോരുന്നതിനാലല്ലയോ? അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ഈ തിരുവചന ഭാഗത്തിൽ മോശയുടെ ഹൃദയം നമുക്ക് വ്യക്തമായി കാണാം. ദൈവം ഒരു ദൂതനെ അയക്കാമെന്ന് പറഞ്ഞെങ്കിലും മോശ അതിൽ തൃപ്തനായില്ല. അവൻ ദൈവത്തോട് അപേക്ഷിച്ചു, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇല്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകരുത്. എത്ര ആഴമുള്ള ഒരു വിശ്വാസം! മോശ വാഗ്ദത്വ ദേശം മാത്രമല്ല ആഗ്രഹിച്ചത്, അവൻ ആഗ്രഹിച്ചത് ദൈവത്തെ തന്നെയായിരുന്നു. ഇന്ന് നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമാണുള്ളത്. നല്ല ഒരു ജോലി, ആരോഗ്യം, സാമ്പത്തിക അനുഗ്രഹങ്ങൾ, സമാധാനം, ഇവയെല്ലാമാണ് നമ്മുടെ ആവശ്യം. എന്നാൽ മോശ നമ്മെ പഠിപ്പിക്കുന്നത് അനുഗ്രഹങ്ങളെക്കാൾ വലിയതാണ് അനുഗ്രഹം നൽകുന്ന ദൈവീക സാന്നിധ്യം. ദൈവ സാന്നിധ്യമുള്ള ഒരു ചെറിയ ജീവിതം ദൈവ സാന്നിധ്യമില്ലാത്ത വലിയ വിജയത്തേക്കാൾ മഹത്തരമായതാണ്. നമ്മുടെ കുടുംബങ്ങളിലും, നമ്മുടെ ജോലി സ്ഥലങ്ങളിലും, നമ്മുടെ സേവനങ്ങളിലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രത്യാശയാണ്. അവിടുന്ന് കൂടെയുണ്ടെങ്കിൽ മരുഭൂമിയിലും അനുഗ്രഹീതമായ ഒരു യാത്രയാകും. ഇന്ന് നമുക്ക് സ്വയം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ദൈവത്തിൻ്റെ ദാനങ്ങളെയാണോ ഞാൻ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തെ തന്നെയാണോ? ഓരോ തീരുമാനത്തിനു മുൻപും ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ അന്വേഷിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഇന്നത്തെ തിരുവചനം നമ്മെ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് കൂടെ ഇല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് പോകുകയില്ല.
പ്രിയ ദൈവമക്കളെ, നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഇന്നത്തെ തിരുവചനത്തിനായി ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ യാത്രകളിലും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമാറാകണമേ. അങ്ങയുടെ ഇഷ്ടമില്ലാത്ത വഴികളിൽ നിന്ന് ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളിലും സഭയിലും അങ്ങയുടെ സമാധാനവും കരുണയും നിറയട്ടെ. രോഗികൾക്ക് സൗഖ്യവും ദുഃഖിതർക്ക് ആശ്വാസവും നിരാശയിലായിരിക്കുന്നവർക്ക് പ്രത്യാശയും നൽകണമേ. ഇന്നത്തെ ദിവസം മുഴുവൻ അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളെ അവിടുന്ന് വഴി നടത്തണമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വഴിയിൽ നടത്തട്ടെ. ആമേൻ.